ാക്കാനായിട്ട് ആൾക്കാർ വരും. ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് ഇവർക്ക് പഴഞ്ചോറ് മതി. അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേക്കും, കുറച്ച് കറികളൊക്കെ വെച്ചേക്കും. അന്ന് എങ്ങനെ വെച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴിയെടുക്കും, ഇത്ര ഒരു അരടി താഴ്ചയിൽ കുഴിയെടുത്തിട്ട് അതിൽ വട്ടയില അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിന്റെ ഇലയോ എന്തെങ്കിലും എടുത്തിടും. ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇവരെ കൊണ്ട് കൈവച്ച് ഉടയ്ക്കും. ഉടച്ചു കൈവച്ചല്ല കഴിക്കുന്നത്, ശ്രദ്ധിച്ചാണ്. ഈ പ്ലാവല എടുത്തൊന്ന് ചുരുട്ടിയിട്ട് അതിൽ ഈർക്കിൽ കുത്തിയിട്ട് അത് വെച്ച് കഴിക്കും. സത്യം നമ്മൾ പറഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേർത്ത് അല്ലെങ്കിൽ മുഖം കൊണ്ട് കഴുകിയിട്ട് വിശപ്പോടെ കഴിക്കുന്ന കണ്ടോണ്ടിരുന്നിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാ ഭക്ഷണം ഉണ്ടെങ്കിലും അവർ കഴിക്കുന്നതാണ് ഒരു കൊതി വരും. നടൻ കൃഷ്ണകുമാറിനോടാണ് ഒരു ഓഫർ വെക്കാണ്, ക്ഷണിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ഫറൂഖ് കോളേജിന് അടുത്താണ് എന്റെ വീട്. ഒരിക്കൽ വീട്ടിലേക്ക് വരണം. വന്ന് ഞങ്ങൾ മുറ്റത്ത് ഇങ്ങനെ നിർത്തും. എന്നിട്ട് തൊടിയിലെ പണിയൊക്കെ എടുപ്പിക്കും. പണിയെടുത്ത് വേർത്ത് വെയ്യാണ്ടാവുന്ന സമയത്ത് ഞങ്ങൾ പാടത്തേക്ക് നിങ്ങളെ വിടും. അവിടെ എല്ലുമുറിയെ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കും. അതിനുശേഷം വേർത്ത് വരുന്ന സമയത്ത് പാടത്തിന്റെ ഓരത്ത് ചെറിയൊരു കുഴിയൊക്കെ കുഴിച്ച് ആ കുഴിയുടെ അകത്തേക്ക് വട്ടയിലൊക്കെ വെച്ച് അതിനകത്തേക്ക് കഞ്ഞിയും പയറും ഒക്കെ ഒഴിച്ച് തന്ന് നിങ്ങൾ ഇങ്ങനെ വേർത്തൊഴിച്ച് അതിങ്ങനെ കഴിക്കുന്നത് നോക്കി ഞങ്ങൾ നിർവൃതി പൂണ്ട് പാടത്തിന്റെ കരയിൽ ഇങ്ങനെ നിൽക്കും. എന്തൊരു മനസ്സുടെ നൊസ്റ്റാൾജിയാണല്ലേ.